guys, Assalamualaikum. Welcome back to our YouTube channel, Sanha's World. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സൻഹാസ് വേൾഡ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഡേ മൈ ലൈഫ് എന്ന് പറയുന്നില്ല, ഒരു ചെറിയൊരു വ്ളോഗ് എന്ന് പറയാം. അപ്പം ഇന്ന് ഗൈസ്, ഞാനിതുവരെ ചാനലിൽ നമ്മുടെ നോമ്പിൻ്റെ ഒരു ഡേ മൈ ലൈഫ് ഇട്ടിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് ഇടാതെ വിചാരിച്ചു. കാരണം എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ലാസ്റ്റിലെ നോമ്പ് തുറയാണെന്നാണ് തോന്നുന്നത്. കാരണം നാളെ പെരുന്നാളാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്ന് മാസം കണ്ടാൽ പിന്നെ ഗൈസ് നാളെ പെരുന്നാളാവും. അപ്പോൾ അതിൻ്റെ ഗൈസ് ഇത് പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റമദാൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നമുക്ക് കാണിച്ചു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ പത്തിരി ചൂടാണ് കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ പത്തിരിയും ബീഫ് കറിയും ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ വാട്ടർമെലോൺ ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ അവിടെ ഇച്ചിരി ലേറ്റായി പോയി വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അപ്പോൾ എല്ലാവരോടും സോറി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബീഫ് കറി. അങ്ങനെ ഞാൻ ഈ ബീഫ് കറി ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് ഞാൻ പത്തിരിയും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റിലെ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് വിചാരിക്കണേ. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഗൈസ്, ഇനി നമുക്ക് പിന്നെ നോമ്പ് തുറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. അങ്ങനെ മുസമ്പിയും ആപ്പിളും വാട്ടർമെലോണും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഇതാ 6:36 ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ടൈം. അപ്പോൾ ഗൈസ്, ഇനി 2-3 മിനിറ്റും കൂടി ഉള്ളു ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ താരം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ പേരാണ് ഗൈസ് ബ്രെഡ് കേക്ക്. കാണുമ്പോൾ തന്നെ ഗൈസ് വായിൽ വെള്ളമുണ്ട്. അടിപൊളി സംഭവമാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിക്കനും ബ്രെഡൊക്കെ വെച്ചിട്ട് ചിക്കനും കാര്യങ്ങളോ ഒക്കെ മസാല വെച്ചിട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്നു ഗൈസ്. വെള്ളം കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും തിന്നാകില്ല, എന്നാലും നമ്മുടെ ലാസ്റ്റിലെ നോമ്പാണെന്നുള്ള ഒരു വിഷമത്തിലാണ് ഗൈസ് ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു, വാട്ടർമെലോണും കുടിച്ച് എൻ്റെ സങ്കടം അടയ്ക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വാട്ടർമെലോൺ ജ്യൂസും കുടിച്ചു, പിന്നെ ഒരു വാട്ടർമെലോണും കഴിച്ചു. അപ്പോൾ ഇനി ഗൈസ്, നമുക്ക് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എപ്പോഴും കഴിച്ചു. ഇനി അവിടെ മെയിൻ താരം നമുക്കതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. കണ്ടു ഗൈസ്, ഇതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. നമുക്കൊന്ന് കഴിച്ചൊക്കെ പോയി ഗൈസ്, ഞാൻ സ്വർഗത്തിലെത്തിയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അടിപൊളി ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രെഡ് കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ബ്രെഡ് കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഞാൻ കുറച്ച് പത്തിരിയും ബീഫ് കറിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ലാസ്റ്റിലെ നോമ്പാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളെ താഴ്ത്തിനൊന്നും നമ്മൾ എനിക്കൊരു ഗൈസ് മരിഭാഗനൊന്നും കാത്തുക്കള ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഞാൻ അത് പത്തിരിയും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോഴാണ് ഗൈസ് ഒരു സന്തോഷമായത്. നമ്മുടെ പെരുന്നാൾ ഗൈസ് നാളെ, ഞാൻ പറഞ്ഞ പോലെ നാളെ പെരുന്നാളായിട്ടുണ്ടല്ലോ ഗൈസ്. അങ്ങനെ ഗൈസ്, മാസം കണ്ട് ഗൈസ് നാളെ പെരുന്നാളാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വരെ ഈദ് മുബാറക് ഗൈസ്. നാളെ പെരുന്നാളായതുകൊണ്ട് അതിൻ്റെ കുറേ പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് നിസ്കരിക്കാനൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് നിസ്കരിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ഇപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പം ഞാൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഗൈസ് ഇങ്ങനെ പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് പൂത്തിരി കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വെറുതെ കത്തിച്ചൊക്കെ. അപ്പോൾ ഗൈസ്, പിന്നെ ഞാനൊരിപ്പോൾ പൂത്തിരിയാണ് കേട്ടോ കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ശാലുവിന് ഇപ്പോൾ പൂത്തിരി വേണം പറഞ്ഞപ്പോൾ എനിക്കൊരു പൂത്തിരി കത്തിച്ച് കൊടുക്കണം. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. അവൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര പേടിയാണെന്ന്. അങ്ങനെ അതായത് ഞാനും ഒരു പൂത്തിരിട്ട് കത്തിച്ചു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പൂത്തിരിയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പൊക്കെ വിട്ടത് റോക്കറ്റാണ്. ഇതൊക്കെയാണ് കേട്ടോ ഗൈസ് നമ്മുടെ പടക്കം എന്ന് പറയുന്നത്. ഇതൊക്കെ വേറെയും കുറേ കുട്ടികൾ വാങ്ങിയതാണ്. ഇത് സ്കൈ ഷോട്ട്, ഇത് ഗൈസ് ഇത് റോക്കറ്റൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ പടക്കം പൊട്ടിക്കാണ് ഗൈസ് കാണുന്നത്. അപ്പോൾ നിങ്ങളതേപോലെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ കണ്ടോളൂ. ഞാനിങ്ങനെ വെറുതെ പറഞ്ഞ് കത്തിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി ഗൈസ്, ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഇപ്പോൾ ഒരു പുത്തിരി കത്തിക്കുകയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞാനാണ് ഗൈസ് ഫസ്റ്റ് കത്തിച്ചത്. അപ്പോൾ ഗൈസ്, എനിക്ക് പൊട്ടിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഇത് നമ്മുടെ സ്കൈ ഷോട്ടാണ്. ഇങ്ങനെ ചറപ്പാറ പൊട്ടിട്ട് ഇങ്ങനെ രസമുണ്ട് ഗൈസ്, അടിപൊളിയായിരുന്നു. അങ്ങനെ
ഗായ്സ് ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ നമ്മളൊരു കുഞ്ഞൊരു ഡൈമ ലൈഫ് എന്ന് പറയാനില്ല, ഇതൊരു മിനി വ്ളോഗാണ്. നമ്മുടെ ഒരു ഇത് പ്രിപ്പറേഷനും പിന്നെ റമളാൻ ഡൈമ ലൈഫ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് പാതിരാത്രി 12 മണി ആയിപ്പോൾ നമ്മൾ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ ഗായ്സ്. ഇനി എല്ലാവരും കൂടി ഉറങ്ങാൻ പോവാണ് ഗായ്സ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഫ്രഷായി നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗായ്സ് നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ വ്ളോഗൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.